വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ലിറ്റററി തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു തിയറിസ്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ക്ലോഡ് ലെവി സ്ട്രോസ് ആണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ടോപ്പിക്. ഓക്കെ, സോ ക്ലോഡ് ലെവി സ്ട്രോസിന്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസും ആളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സും എന്തൊക്കെ ടേംസ് ആണ് ക്ലോഡ് ലെവി സ്ട്രോസിന്റെ ഡിസ്കഷനിൽ വരുമ്പം നമ്മൾ മെയിനായിട്ട് മെൻഷൻ ചെയ്യേണ്ടത്, ഇതുപോലത്തെ ചില കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരത്തെ UGC നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ക്ലോഡ് ലെവി സ്ട്രോസിനെ പറ്റി പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോഡ് ലെവി സ്ട്രോസ് അപ്പം ആള് ജനിച്ചത് 1908 to 2009. 1908 to 2009. He was a French anthropologist and ethnologist. അപ്പോൾ ആന്ത്രോപോളജിസ്റ്റുമാണ്, എത്നോളജിസ്റ്റുമാണ്. എത്നോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എത്നോളജി എന്ന് വെച്ചാൽ കൾച്ചറിനെയും ആൾക്കാരെയും പറ്റി, അവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഗവേഷണം ചെയ്യുന്ന ആൾക്കാരെയാണ് എത്നോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എത്നോളജിയാണ് അതിന്റെ ബ്രാഞ്ച്. അപ്പം അതിനെപ്പറ്റി പഠിക്കുന്ന സോഷ്യൽ സയന്റിസ്റ്റുകളെ നമ്മൾ എത്നോളജിസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്ലോഡ് ലെവി സ്ട്രോസും ഒരു എത്നോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ആന്ത്രോപോളജിസ്റ്റും ആണ്. Instrumental in developing structuralism and structural anthropology. So, Claude Lévi-Strauss was a key icon in developing structuralism as well as structural anthropology. His influential book, Tristis ട്രോപ്പിക്സ്, ഓക്കെ, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ട്രിസ്റ്റസ് ട്രോപ്പിക്സ്. ഓക്കെ, അത് 1955 വന്നത്. അപ്പൊ ഈ ബുക്ക് ഇറങ്ങിയതോടെ ഈ ക്ലോഡ് ലെവി സ്ട്രോസിനെ നമ്മളൊരു സ്ട്രക്ചറൽ തിങ്കർ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം ട്രിസ്റ്റസ് ട്രോപ്പിക്കസ് എന്ന് പറയുന്ന ബുക്ക് ഇറങ്ങിയതോടെ ക്ലോഡ് ലെവി സ്ട്രോസിനെ നമ്മളൊരു സ്ട്രക്ചറലിസ്റ്റ് തിങ്കർ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി. Lévi-Strauss receives the Erasmus Prize in 1973. വളരെ ഫേമസ് ആയിട്ടുള്ള എറാസ്മസ് പ്രൈസ് എന്ന് പറയുന്ന ഓണററി പ്രൈസ് 1973 ക്ലോഡ് ലെവി സ്ട്രോസിന് സ്വന്തമായിട്ടുണ്ട്. ഇനി in 1935 Lévi-Strauss becomes a visiting professor of sociology at the University of Sao Paulo, Brazil. അപ്പം ബ്രസീലുള്ള സാവോ പോളോ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ട് ക്ലോഡ് ലെവി സ്ട്രോസ് മാറി. അപ്പം സോഷ്യോളജിയിൽ പ്രൊഫസർ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിയിൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ക്ലോഡ് ലെവി സ്ട്രോസിനെ പറ്റി നമ്മൾ എന്തിനു ലിറ്ററേച്ചറിൽ പഠിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാവുന്നതാണ് അല്ലേ. പക്ഷേ നമുക്കിത് സോഷ്യോളജി അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആണ്, ലിറ്ററേച്ചറിൽ അത് ആവശ്യമില്ലെന്ന് പറയുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. കാരണം ലിറ്ററേച്ചർ ഇല്ലാതെ കൾച്ചറൽ സ്റ്റഡീസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇത് വേറെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. വലിയ ലിറ്ററേച്ചർ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് ഇത് നോക്കാതിരിക്കരുത്. ക്ലോഡ് ലെവി സ്ട്രോസിന്റെ കുറെ ക്വസ്റ്റ്യൻസും ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേംസും നമുക്ക് എപ്പോഴും UGC നെറ്റ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, കോ ഫൗണ്ടഡ് ദി എക്കോൾ ലിബ്രെ ഡേ ഹോട്ട്സ് എറ്റ്യൂഡ്സ്. ഇതൊരു ഫ്രഞ്ച് ഫ്രേസ് ആണ് അല്ലെ. എക്കോൾ ലിബ്രെ ഡേ ഹോട്ട്സ് എറ്റ്യൂഡ്. അപ്പൊ ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഇൻ എക്സൈൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഇൻ എക്സൈൽ എന്ന് വെച്ചാൽ സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ച് കാരണം ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്നും ഒരു യൂണിവേഴ്സിറ്റി മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. അതിനാണ് യൂണിവേഴ്സിറ്റി ഇൻ എക്സൈൽ എന്ന് പറയുന്നത്. അപ്പം ഈ യൂണിവേഴ്സിറ്റി ഇൻ എക്സൈൽ ആയ എക്കോൾ ലിബ്രെ ഡി ഹോട്ട്സ് എറ്റ്യൂഡ്സിന്റെ കോ ഫൗണ്ടർ ആണ് ആര്? ക്ലോഡ് ലെവി സ്ട്രോസ്. ആൻഡ് ദിസ് യൂണിവേഴ്സിറ്റി ഇൻ എക്സൈൽ വാസ് ഫോർ ഫ്രഞ്ച് അക്കാഡമിക്സിനാണ് ഈ യൂണിവേഴ്സിറ്റി ഇൻ എക്സൈല് co-found ചെയ്തത്. ഹിസ് ടൈം ഇൻ ന്യൂയോർക്ക് വാസ് ഇന്റലക്ച്വലി ട്രാൻസ്ഫോർമേറ്റീവ്. അപ്പൊ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റലക്ച്വലി നമ്മുടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ക്ലോഡ് ലെവി സ്ട്രോസിന് ബന്ധമുണ്ടായി. അതിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ആൾക്കാരാണ് റോമൻ ജക്കോബ്സൺ. നമുക്കറിയാലോ, റോമൻ ജക്കോബ്സണും ഫ്രാൻസ് ബോവാസും അല്ലെ. ഫ്രാൻസ് ബോവായും റോമൻ ജക്കോബ്സണും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇന്റലക്ച്വൽ എൻവയൺമെന്റിൽ സബ്ജക്റ്റഡ് ആയി ക്ലോഡ് ലെവി സ്ട്രോസ് when he was in New York. He returned to Paris in 1948 and earned his state doctorate. Just a second. Returned to Paris in 1948. 1948 തിരിച്ച് പാരീസിൽ വരികയും ആളുടെ തീസീസ് സബ്മിറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് കിട്ടുകയും ചെയ്യുന്നു. ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നു അല്ലെ.
അപ്പം ഈ ഡോക്ടറേറ്റ് കിട്ടിയ 2 തീസിസുകളുടെ എന്തൊക്കെയാണ് ആ പേര്? ദ ഫാമിലി ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദി നാംബികാവ്ര ഇന്ത്യൻസ്. ദ ഫാമിലി ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദി നാംബിക്വാര ഇന്ത്യൻസ്, അത് ഒരു തീസിസ്. ഓക്കെ. രണ്ടാമത്തെ തീസിസ് എന്താണ്? ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ്. ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ്. അപ്പൊ ഈ കിൻഷിപ്പ് എന്ന് പറയുന്നത് ക്ലോഡ് ലെവി സ്ട്രോസുമായിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടേം ആണ് കിൻഷിപ്പ്. മിത്തോളജിക്കൽ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ ക്ലോഡ് ലെവി സ്ട്രോസിന്റെ സ്വന്തം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പും ദ ഫാമിലി ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദി നംബിക്വാര ഇന്ത്യൻസും ആണ് ആളുടെ ഡോക്ടറേറ്റ് കിട്ടിയ 2 തീസീസ്. ഓക്കെ. ഡൈഡ് ഓൺ 30th October 2009. 30th ഒക്ടോബറിലാണ് ആള് മരണപ്പെട്ടത്. ഡെവലപ്മെന്റ് ഓഫ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി. സ്ട്രക്ചറൽ ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി സ്ട്രോസ് എന്തൊക്കെയാണ് ചെയ്തത്? ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ് ആളുടെ വർക്കാണ്. 1949 ഇറങ്ങിയ ലെവി സ്ട്രോസിന്റെ വർക്കാണ് ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് kinship. Okay, it challenged British anthropology, mainly developed by Radcliffe Brown, by arguing kinship is based on marital alliances rather than descent. Okay, അപ്പം ബ്രിട്ടീഷ് ആന്ത്രോപോളജിക്കൽ ഐഡിയാസിനെ ചലഞ്ച് ചെയ്യുന്ന വെച്ചാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഈ എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പിൽ ലെവി സ്ട്രോസ് എഴുതിയത്. അപ്പൊ ഈ ബ്രിട്ടീഷ് ആന്ത്രോപോളജി മെയിനായിട്ട് ഡെവലപ്പ് ചെയ്ത ആളാണ് റാഡ്ക്ലിഫ് ബ്രൗൺ. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് കിൻഷിപ്പ് എന്ന് പറയുന്നത് ഡിസെന്റ് ബേസിസ് ചെയ്ത, ഡിസെന്റ് എന്ന് വെച്ചാൽ ഓരോരോ ജനറേഷൻ വരുംതോറും ഉള്ള ഡെവലപ്മെന്റ് ആണ് കിൻഷിപ്പിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കിൻഷിപ്പ് ബേസ് ചെയ്തിരിക്കുന്നത് ഡിസെന്റിലാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ലെവി സ്ട്രോസ് പറയുന്നത് കിൻഷിപ്പ് ബേസ് ചെയ്യുന്നത് മാരിറ്റൽ അലയൻസസിൽ ആണ്. മാരിറ്റൽ അലയൻസസ് എന്ന് വെച്ചാൽ നമ്മൾ വിവാഹം ചെയ്ത് അലയൻസ് ഫോം ചെയ്യുന്നതിൽ ബേസ് ചെയ്താണ് കിൻഷിപ്പ് ഉണ്ടാകുന്നത് എന്നാണ് ലെവി സ്ട്രോസ് പറയുന്നത്. സിമോൺ ഡി ബൂവർ ആരാണ്? വളരെ വലിയ ഫെമിനിസ്റ്റ് തിങ്കർ ആണ് അല്ലെ, വലിയൊരു ഫെമിനിസ്റ്റ് തിങ്കർ ആണ്. അപ്പം ഫെമിനിസ്റ്റ് വർക്കിനെ പ്രേസ് ചെയ്തു, ഈ എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പിനെ ഒരുപാട് പ്രേസ് ചെയ്തു. എന്തിനാണ്? ബിക്കോസ് ഇറ്റ് അഡ്രസ്ഡ് ദ റോൾ ഓഫ് വിമൻ ഇൻ നോൺ വെസ്റ്റേൺ കൾച്ചേഴ്സ്. ഓക്കെ, നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള കൾച്ചേഴ്സിൽ വിമന്റെ റോൾ എന്താണ് എന്ന് അഡ്രസ് ചെയ്ത ഒരു വർക്കാണ് ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് kinship. Okay, it was published in 1949. അപ്പം ഈ സ്ട്രക്ചറൽ ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ വഹിച്ച ഒരു വർക്കാണ് ദി എലമെന്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ്. സ്ട്രക്ചറൽ ആന്ത്രോപോളജി അടുത്ത വർക്കാണ്. സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്ന് തന്നെ ഉള്ള പേരിൽ വന്ന വർക്കാണ്. അത് 1959 പബ്ലിഷ് ചെയ്തത്. നേരത്തെ ഏതാണ്? 1949. 10 വർഷത്തിന് ശേഷം സ്ട്രക്ചറൽ ആന്ത്രോപോളജി 1959. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എസ്സേ കളക്ഷൻസ് ആയിരുന്നു. ഇതിൽ ആന്ത്രോപോളജിയിൽ സ്ട്രക്ചറലിസം ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിനെ ആന്ത്രോപോളജിയിൽ ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് ആയിരുന്നു സ്ട്രക്ചറൽ ആന്ത്രോപോളജി. സോ ഇറ്റ് ലേഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് ഇൻ സോഷ്യൽ സയൻസ്. അപ്പൊ സോഷ്യൽ സയൻസുകളിൽ സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസ് ഉണ്ടാകാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് ഈ വർക്കിന് ശേഷമാണ്, സ്ട്രക്ചറൽ ആന്ത്രോപോളജിക്ക് ശേഷമാണ്. കോ ഫൗണ്ടഡ് ലേ ഹോം എന്ന് പറയുന്ന ജേർണൽ. ഇറ്റ് വാസ് എ ജേർണൽ. അപ്പൊ എന്തിനാണ് ഈ ജേർണൽ? ആന്ത്രോപോളജിക്കൽ റിസർച്ചിന് വേണ്ടിയുള്ള ജേർണൽ ആണ് ലേ ഹോം. അതിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു ലെവി സ്ട്രോസ്. ഇനി ദ സാവേജ് മൈൻഡ് ലാ പെൻസെ സവു 1962. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്, ലെവി സ്ട്രോസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ റെഡിൽ ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഒരു രീതിയിൽ നിങ്ങൾ ഇത് മറക്കാൻ പാടില്ല. ദ സാവേജ് മൈൻഡ് ലാ പെൻസെ സവു. അപ്പൊ സാവേജ് എന്നുള്ളതിന്റെ ഫ്രഞ്ച് ടേം ആണ്. ഓക്കെ, യു ക്യാൻ ചെക്ക് ഔട്ട് ദി പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അപ്പം ദ സാവേജ് മൈൻഡ് 1962 ഇതിലെന്താണ് പറയുന്നത്? ഇറ്റ് ചലഞ്ചസ് ദി ഐഡിയ ദാറ്റ് പ്രിമിറ്റീവ് തോട്ട്സ് ഇസ് ഇൻഫീരിയർ ടു സിവിലൈസ്ഡ് തോട്ട്. പ്രിമിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള തോട്ടുകളെക്കാളും ഇൻഫീരിയർ ആണ് എന്നുള്ള എന്നുള്ള നോഷനെ ഇത് ചലഞ്ച് ചെയ്തു. അപ്പൊ ലെവി സ്ട്രോസ് എന്താണ് വിശ്വസിക്കുന്നത്? പ്രിമിറ്റീവ് തോട്ട്സ് സിവിലൈസ്ഡ് തോട്ടിൽ നിന്നും ഇൻഫീരിയർ അല്ല എന്നാണ് ലെവി സ്ട്രോസ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ആ ഐഡിയയെ ലെവി സ്ട്രോസ് ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആർഗ്യൂസ് ദാറ്റ് ഓൾ ഹ്യൂമൻ മൈൻഡ്സ് ഷെയർ ഫണ്ടമെന്റൽ സ്ട്രക്ചേഴ്സ് ഓഫ് തോട്ട്. എല്ലാ ഹ്യൂമൻ മൈൻഡ്സും
സെയിം ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് തോട്ട് ആണ് ഷെയർ ചെയ്യുന്നത് എന്ന് ലെവി സ്ട്രോസ് ഇതിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ്, അപ്പം ഇതിന്റെ ഈ സാവേജ് മൈൻഡിന്റെ ആദ്യത്തെ ഹാഫ് ടോക്സ് അബൌട്ട് ദ തിയറി ഓഫ് കൾച്ചർ ആൻഡ് മൈൻഡ്. സെക്കൻഡ് പാർട്ടിൽ ഇറ്റ് എക്സ്പാൻഡ്സ് ഇൻടു എ തിയറി ഓഫ് ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പൊ ഹിസ്റ്ററിയുടെയും സോഷ്യൽ സയൻസിന്റെയും ഒരു തിയറി ആയിട്ട് സെക്കൻഡ് ഹാഫിൽ സാവേജ് മൈൻഡ് പോകുന്നു. ഓക്കെ, unlike Sartre, who believed that humans have radical freedom to act, Levi-Strauss argued that human thought is shaped by deep structures beyond individual control. അപ്പൊ നമുക്ക് സാട്രനെ അറിയാം, he was an existential thinker അല്ലെ. അപ്പൊ സാട്ര വിശ്വസിച്ചിരുന്ന എന്താന്ന് വെച്ചാല് ഹ്യൂമൻസിന് ആക്ട് ചെയ്യാനും ബിഹേവ് ചെയ്യാനും ചില ഡിസിഷൻസ് എടുക്കാനുമുള്ള റാഡിക്കൽ ഫ്രീഡം ഉണ്ട് എന്നാണ് സാട്രെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ സ്ട്രോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ തോട്ട് നമ്മളുടെ ഹ്യൂമൻ കൺട്രോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺട്രോളിന്റെ മേലെയും പോകുന്ന ഡീപ് സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിനും ഒരു ഹ്യൂമനും കൺട്രോൾ ഇല്ലാത്ത ഡീപ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ തോട്ടുകളെ ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് ലെവി സ്ട്രോസ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അത് സാട്രയുടെ തോട്ടുകളിൽ നിന്നും ഇച്ചിരി ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ഇച്ചിരി കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്റ്റും ഈ ഒരു ഡിബേറ്റും കാരണമാണ് പിയർ ബോർദ്യു പോലുള്ള പിന്നീടുള്ള തിങ്കേഴ്സ് സ്ട്രക്ചറലിസത്തിനെയും എക്സിസ്റ്റൻഷ്യലിസത്തിനെയും ക്ലബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്താൻ അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള രീതിയിലുള്ള റിസർച്ച് നടത്തിയിരുന്നത്. ഓക്കെ, ബ്രിക്കോലാജ് ആണ് ഈ സാവേജ് മൈൻഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം. പലവട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ലെവി സ്ട്രോസ് എന്ന് കാണുമ്പോൾ മാച്ച് ദ ഫോളോയിങ്ങില് ഈ ടേംസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പലവട്ടം ലെവി സ്ട്രോസും അപ്പുറത്തെ ബ്രിക്കോലാജും ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടേം അറിയില്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് മാത്രം നമ്മുടെ ആ 4 മാർക്ക് നമ്മൾ കളയരുത്. ഓക്കെ, ബ്രിക്കോലാജ് ഇൻ ദി സാവേജ് മൈൻഡ് 1962 ക്ലോഡ് ലെവി സ്ട്രോസ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്രിക്കോലാജ്. അപ്പൊ സാവേജ് മൈൻഡിലാണ് ഈ ബ്രിക്കോലാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്രിക്കോലാജ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുകയും ചെയ്തത്. ഓക്കെ, അപ്പം എന്തിനാണ് ഈ ബ്രിക്കോലാജ് എന്ന് പറയുന്ന ടേം ഇവിടെ കൊണ്ടുവരുന്നത്? ടു ഡിസ്ക്രൈബ് ഹൗ മിത്തോളജിക്കൽ തോട്ട് ഓപ്പറേറ്റ്സ്. മിത്തോളജിക്കൽ തോട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്രിക്കോലാജ് എന്ന് പറയുന്ന ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രിക്കോലാജ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് അവൈലബിൾ മെറ്റീരിയൽസ് ഇൻ ക്രിയേറ്റീവ് വേസ് റികമ്പൈനിങ് ദം ഫോർ ന്യൂ പർപ്പസസ്. അപ്പം എന്താണ് ബ്രിക്കോലാജ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ ക്രിയേറ്റീവായിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ ഡു ഇറ്റ് യുവർ സെൽഫ് അല്ലെ, DIY നമ്മൾ 5 minutes ക്രാഫ്റ്റ് ഒക്കെ കാണാറില്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പുതിയ ആവശ്യങ്ങൾക്ക് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടില് നമുക്ക് ഭക്ഷണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് എന്ത് ചെയ്യും, ലൈക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഉണ്ടാക്കാനായിട്ടൊന്നും ഇല്ലെങ്കിൽ അവരുള്ള സാധനം കൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കും അല്ലെ, അല്ലെങ്കിൽ ഉള്ള സാധനം കൊണ്ട് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കും. അതിനാണ് നമ്മൾ ബ്രിക്കോലാജ് എന്ന് പറയുന്നത്. ഒരു പ്രാക്ടീസ് ആണ്. ഇറ്റ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് അവൈലബിൾ മെറ്റീരിയൽസ് ഇൻ ക്രിയേറ്റീവ് വേസ് റികമ്പൈനിങ് ദം ഫോർ ന്യൂ പർപ്പസസ്. പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ബ്രിക്കോലിയർ എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ബ്രിക്കോലിയർ എന്ന് പറഞ്ഞാൽ മിത്തോളജിക്കൽ തോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടേം ആണ് ബ്രിക്കോലിയർ. അപ്പൊ ബ്രിക്കോലിയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹാൻഡിമാൻ എന്നാണ് ബ്രിക്കോലിയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ വർക്ക്സ് ഇംപ്രോവിഷണലി യൂസിങ് പ്രീ എക്സിസ്റ്റിംഗ് എലിമെന്റ്സ് ഇൻ അൺഎക്സ്പെക്ടഡ് വേസ്. അപ്പൊ ഹാൻഡിമാൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു ബൾബ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നു, അപ്പൊ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് ടൂൾസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ചെയ്തിട്ട് അത് ശരിയാക്കി എടുക്കും. അതല്ലേ ഹാൻഡിമാൻ ചെയ്യുന്നത്? അതാണ് ഈ ബ്രിക്കോലിയർ എന്ന് പറയുന്ന ഈ ടേം ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്രിക്കോളാജില് നമ്മൾ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ പുതിയ സാധനങ്ങൾ റീപർപ്പസ് ചെയ്ത് പുതിയ പർപ്പസുകളിലേക്ക് ലീഡ് ചെയ്യുന്നത് പോലെ ബ്രിക്കോലിയർ എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് മിത്തോളജിക്കൽ തോട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രീ എക്സിസ്റ്റിംഗ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്ടഡ് രീതികളിൽ നമ്മൾ റീപർപ്പസ് ചെയ്ത് എടുക്കുന്നു. കൺസ്ട്രക്ട്സ് മീനിങ് റെട്രോസ്പെക്റ്റീവ്ലി റീപർപ്പസിംഗ് സൈൻസ് ദാറ്റ് വർ ഒറിജിനലി മെന്റ് ഫോർ സംതിങ് എൽസ്. അപ്പം മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ നിയോഗിക്കപ്പെട്ട സൈനുകൾ
മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിപ്പിക്കപ്പെട്ട സൈനുകള് നമ്മൾ റീപർപ്പസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നും നമ്മൾ മീനിങ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ക്ലിയർലി വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സൈനുകൾ കൊണ്ട് തന്നെ നമ്മൾ പുതിയ മീനിങ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, മിത്തോളജി ലൈക്ക് ബ്രിക്കോളാജ് ഡസ് നോട്ട് ഇൻവെന്റ് ന്യൂ സ്ട്രക്ചേഴ്സ് ബട്ട് റീഅറേഞ്ച് എക്സിസ്റ്റിംഗ് എലമെന്റ്സ്. അപ്പൊ മിത്തോളജിയിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ സ്ട്രക്ചേഴ്സ് ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഉള്ള സാധനങ്ങൾ കൊണ്ട്, ഉള്ള എലമെന്റ്സ് കൊണ്ട് അതിന്റെ റീഅറേഞ്ച്മെന്റിൽ കൂടെയാണ് മിത്തോളജി വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതായത് നമുക്കുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീഅറേഞ്ച് ചെയ്ത് പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി റീപർപ്പസ് ചെയ്തെടുക്കുന്നത് പോലെയാണ് മിത്തോളജിയും വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ ബ്രിക്കോളിയർ അല്ലെങ്കിൽ ബ്രിക്കോളാജ് എന്നുള്ള ഈ ടേംസ് ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി എഞ്ചിനീയർ എന്ന് പറയുന്നത് സയന്റിഫിക് തോട്ടുമായിട്ടാണ് ലെവി സ്ട്രോസ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു എഞ്ചിനീയർ എന്താ ചെയ്യുന്നത്? ഒരു എഞ്ചിനീയർ സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്നു, അല്ലെ? പുതിയ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നു, അല്ലെ? അപ്പം പുതിയ ടൂൾസും പുതിയ മെറ്റീരിയൽസുമാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ പഴയ സാധനങ്ങൾ റീപർപ്പസ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്നുമല്ല പുതിയ ടൂൾസും പുതിയ മെറ്റീരിയൽസും പുള്ളി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ സയൻസ് എങ്ങനെയാണ്? സയൻസ് ഇതുപോലെയാണെന്നാണ് ലെവി സ്ട്രോസ് പറയുന്നത്. ഒരു എഞ്ചിനീയർ എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരു എഞ്ചിനീയർ എങ്ങനെ പുതിയ മെറ്റീരിയൽസും പുതിയ ടൂൾസും ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെയാണ് സയൻസ്. സയൻസ് എപ്പോഴും ഒരു ടോട്ടലൈസിങ് സിസ്റ്റം സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെ? പെർമനന്റ് സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു ടോട്ടലൈസിങ് സിസ്റ്റം സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു സയൻസ്. അപ്പം മനസ്സിലായോ? മിത്തോളജിക്കൽ തോട്ടും സയന്റിഫിക് തോട്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു ഡിഫറൻസ് കാണിക്കാനാണ് ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, comparison of mythology and science. Okay, mythological thought operates flexibly like the Berkeley, adapting to circumstances with what is available. എന്ത് സാധനമുണ്ടോ അതുകൊണ്ട് അതിനോട് അഡാപ്റ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ മിത്തോളജിക്കൽ തോട്ടിന് പറ്റുന്നു. പക്ഷേ സയന്റിഫിക് തോട്ട് എങ്ങനെയാണ്? സയന്റിഫിക് തോട്ട് എയിംസ് ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് precision. Okay, like the engineer constructing entirely new frameworks. പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനായിരിക്കും എപ്പോഴും സയന്റിഫിക് തോട്ടിന്റെ ആ ഒരു tendency. Okay, implication, both are ways of understanding the world, but one is based on reinterpretation while the other on invention. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ഇവര് തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാനുള്ള രണ്ട് മെത്തഡാണ് സയന്റിഫിക് തോട്ടും മിത്തോളജിക്കൽ തോട്ടും. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒന്ന് റീഇന്റർപ്രിട്ടേഷനും മറ്റൊന്ന് ഇൻവെൻഷനിലുമാണ് അതിന്റെ ബേസ് വെച്ചിരിക്കുന്നത്. റീഇന്റർപ്രിട്ടേഷൻ അപ്പൊ എന്താണ്? മിത്തോളജി. അപ്പോൾ ഇൻവെൻഷൻ എന്താണ്? സയൻസ്. അപ്പം ഇത് രണ്ടുമാണ് ഇതിന്റെ ബേസ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇതിന് ഉള്ളൂ. In literature, bricolage is affected by intertextuality, the shaping of a text meaning by references to other text. അപ്പം bricolage എന്ന് പറയുന്നത് നമ്മൾ ലിറ്ററേച്ചറിൽ ഇന്റർടെക്ച്വാലിറ്റി, ക്രിസ്റ്റൈവയുടെ ഇന്റർടെക്ച്വാലിറ്റി ആയിട്ടൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. Strauss states that bricolage expresses itself by means of a heterogeneous repertoire which even if extensive is nevertheless limited. അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെ എക്സാമിന് ചോദിച്ചാൽ ഇത് ബ്രിക്കോളാജിനെ പറ്റിയാണ് എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഇറ്റ്സ് എ കോട്ട് ബൈ സ്ട്രോസ് അബൌട്ട് ബ്രിക്കോളാജ്. ഓക്കെ, ഇനി മിത്തോളജിക്സ് എന്ന് പറയുന്നത് ലെവി സ്ട്രോസിന്റെ മറ്റൊരു വാക്കാണ് മിത്തോളജിക്സ്. 4 volume സ്റ്റഡി. ഇറ്റ് ഇസ് എ 4 volume സ്റ്റഡി. ഇതിനകത്ത് എന്താണ്? ഇതൊരു സിംഗിൾ മിത്തിനെയാണ് ട്രേസ് ചെയ്യുന്നത്. ഒരു ഒറ്റ മിത്തിനെ പറ്റിയാണ് ഇത് പഠിക്കുന്നത്. ഇപ്പൊ സൗത്ത് അമേരിക്ക മുതൽ ആർട്ടിക് സർക്കിൾ വരെയുള്ള ഒരൊറ്റ മിത്തിനെ പറ്റിയാണ് മിത്തോളജിക്സ് പഠിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ കണ്ടന്റ്, ഹി എക്സാമിൻ ദ സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്സ് വിത്തിൻ ദ മിത്ത്. ഓക്കെ, അപ്പം മിത്തിന്റെ അകത്തുള്ള സ്ട്രക്ചറുകളുടെ റിലേഷൻഷിപ്പിനെയാണ് ലെവി സ്ട്രോസ് പഠിച്ചത്, അല്ലാതെ അതിന്റെ കണ്ടന്റിനെ അല്ല ലെവി സ്ട്രോസ് പഠിച്ചത്. ഡെമോൺസ്ട്രേറ്റഡ് ഹൗ മിത്സ് ഇവോൾവ് കൾച്ചറലി വൈൽ മെയിൻറ്റെയിനിങ് അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ്. അപ്പം അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ മിത്തുകള് കൾച്ചറലി ഇവോൾവ് ചെയ്യുന്നു, അല്ലെ? അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ മിത്തുകൾ കൾച്ചറലി ഇവോൾവ് ചെയ്യുന്നു എന്നാണ് മിത്തോളജിക്സില് ലെവി സ്ട്രോസ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ക്ലോഡ് ലെവി സ്ട്രോസിന് മെയിനായിട്ട് വരുന്ന പോയിന്റ്സും മെയിനായിട്ട് വരുന്ന വർക്ക്സും. അപ്പം ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കേണ്ടതാണ്, ഒരു രീതിയിലും വിട്ടുപോകരുത്. എക്സാമിന് ചോദിക്കുന്ന ടേംസ് ആണ് ഇതൊക്കെ. ഇപ്പം ബ്രിക്കോളാജ്, ബ്രിക്കോലിയർ, ഇതൊക്കെ നമ്മൾ എപ്പോഴും എക്സാം പാറ്റേണിൽ കണ്ടിട്ടുള്ളതാണ്. സോ ഇനിയും നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.